ഓപ്പറേഷൻ തൂഫാൻ പയ്യന്നൂരിൽ ജ്യോതിശാലയത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ജോൾസിനെതിരെ കേസ്. കാങ്കോൽ വടശ്ശേരി പെരികമന ഇല്ലത്തെ ശ്രീനാഥ് പി എന്നയാൾക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പയ്യന്നൂർ സിഐ രാജേഷ് പി അറിയിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ജ്യോതിശാലയത്തിൽ നിന്ന് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് പോലീസ് പിടികൂടി. ജ്യോതിശാലയം നടത്തിപ്പുകാരനായ കാങ്കോൽ വടശ്ശേരിയിലെ പെരികമന ഇല്ലത്തെ ശ്രീനാഥ് പി എന്നയാൾക്കെതിരെ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച വൈകിട്ട് പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ അനുശ്രീ പി വിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പരിശോധന നടത്തിയത്. 2 കേസുകളിൽ ഒരു കേസ് MDMA ആയിരുന്നു. അത് ഉപയോഗിച്ച് കൈകാര്യം ചെയ്തു വന്നിരുന്നത് തൃക്കരിപ്പൂർ ബീരിച്ചേരി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനായ യുവാവാണ്. അപ്പോൾ അതിൻ്റെ സോഴ്സും അത് ഉപയോഗിക്കാൻ അയാൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നും മറ്റും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്ന നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം നടത്തി വരുന്ന ഒരാൾ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് 40 വയസ്സ് പ്രായമുള്ള ആളാണ്. അയാൾ ജനങ്ങളുമായിട്ട് വളരെയധികം അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നടത്തി വരുന്നത് പബ്ലിക്കുമായിട്ട്. അയാൾ കഞ്ചാവ് കൈവശം വെച്ച് വിതരണം ചെയ്തതിനും ഉപയോഗിച്ചതിനും അയാൾക്കെതിരെ ഇന്നലെ പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉറവിടവും പോലീസ് അന്വേഷിച്ച് വരികയാണ്. തുടർന്ന് അന്വേഷണം ഊർജിതവും ശക്തവുമായ രീതിയിൽ പയ്യന്നൂർ പോലീസ് നടപ്പിലാക്കും. ജ്യോതിശാലയത്തിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള മുറിയിലെ ചുമർ അലമാരയിൽ പ്ലാസ്റ്റിക് കവറിലാക്കി സൂക്ഷിച്ച നിലയിലാണ് 5.77 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. തുടർന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇത് കഞ്ചാവാണെന്ന് ബോധ്യപ്പെട്ടതോടെ പോലീസ് സംഘം മഹസർ തയ്യാറാക്കി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിക്കെതിരെ NDPS നിയമത്തിലെ വകുപ്പ് 20 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് പയ്യന്നൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പരിശോധനാ സംഘത്തിൽ SCPO അബ്ദുൾ ജബ്ബാർ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ബിനേഷ്, ശ്രീജിത്ത്, സജിത്ത്, നിഷാന്ത്, ഗിരീഷ് എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.